നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. വേങ്ങര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സർവീസ് നടത്തുന്ന ഓട്ടോകൾക്ക് ആപ്പ് വഴി രജിസ്ട്രേഷനും ഡ്രൈവർമാർക്ക് ബാഡ്ജും നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. ടൗണിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുവാനും അനധികൃത ഓട്ടോ ടാക്സികളെ നിയന്ത്രിക്കുവാനും ഗ്രാമപഞ്ചായത്തും വേങ്ങര പോലീസും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ വേങ്ങര ടൗണിൽ മാത്രമായി 1000-ഓളം ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തുന്നത്. ഇവയിൽ 314 ഓട്ടോ ജീവനക്കാർക്കാണ് കഴിഞ്ഞ ദിവസം ബാഡ്ജ് നൽകിയത്. ആപ്പ് വഴി അപേക്ഷിക്കുന്ന ഡ്രൈവർമാർക്കായിരിക്കും ഇനി മുതൽ ഹാൾട്ടിംഗ് പെർമിറ്റ് അനുവദിക്കുക. വണ്ടി വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്താൽ പെർമിറ്റ് കട്ടാവും. പുതിയ വണ്ടിയുടെ പേരിൽ അതേ ഡ്രൈവർക്ക് പെർമിറ്റ് പുതുക്കി നൽകാനും സൗകര്യമുണ്ട്. വ്യാപാര ഭവനിൽ നടന്ന ബാഡ്ജ് വിതരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു. SI TD ബിജു ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. 314 വണ്ടികളാണ് ഇപ്പോൾ നമ്മുടെ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. എല്ലാ അക്ഷയ സെന്ററിലും പോയിട്ട് രജിസ്റ്റർ ചെയ്തു. ഇതിനുള്ള പൈസ എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കാമല്ലോ. നമുക്ക് ഇതിനകത്ത് എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങളും ആദ്യം നടപ്പിലാക്കുമ്പോൾ പ്രായോഗികമായി വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. ഇപ്പൊ 5 പാർക്കിംഗ് പ്ലേസിൽ ഇപ്പൊ 314 എടുത്താൽ നോക്കിയാണ്. അപ്പൊ ഒരു പാർക്കിംഗ് പ്ലേസിൽ 60 ഓട്ടോറിക്ഷ 60 മുകളിലുള്ള ഓട്ടോറിക്ഷകൾ വരും. അത് പ്രായോഗികമാണോ? അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പ്രായോഗിക തലത്തിൽ വരും. അത് നമുക്ക് സാവകാശമായുള്ള പരിഹാരങ്ങൾ കാണാം. നിലവില് ഈ ഒരു തിരുവരങ്ങാടിയിൽ വളരെ വിജയകരമായി നടത്തിയ ഒരു പരിഷ്കാരമാണത്. അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനും ഒക്കെ ഒരു അതായത് നമുക്കിപ്പം വണ്ടിയുടെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് കൂടുതലുള്ള സമയത്ത് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ രാവിലെകളിലൊക്കെ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടാവില്ല. അധികം ഓട്ടം കുറഞ്ഞ സമയത്തായിരിക്കും നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടാകും. അപ്പൊ ഇത്രയധികം വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് ഏരിയയിൽ എത്ര വണ്ടികൾ ഒരു സമയം നിർത്താം, ബാക്കി വണ്ടികൾ എവിടേക്ക് മാറ്റിയിടും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്കിത് പ്രായോഗിക തരത്തിൽ പരിഹാരം കാണേണ്ടതുണ്ട്. അത് വഴിയെ ശരിയായിക്കോളും. ഇതിനകത്തുള്ള നിർബന്ധ ബുദ്ധികൾ നോക്കി കാണേണ്ട ഒരു കാര്യം വെച്ചാൽ വേങ്ങര ടൗണിൽ ഈ പരിഷ്കാരം നടപ്പിലാക്കിയ താമസം പിന്നെ എത്ര പെട്ടെന്ന് ഇവിടെ ഓടേണ്ട എല്ലാ വണ്ടികളും ഈ സംവിധാനത്തിലേക്ക് മാറാൻ വേണ്ടി നിങ്ങളുടെ സഹകരണമാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും ഈ ആപ്പ് ഉപയോഗിച്ച് തന്നിട്ടുള്ള നമ്പർ ഇപ്പം 1 തൊട്ട് ആ സീരിയലായിട്ട് 1 തൊട്ട് 314 വരെയുള്ള നമ്പറുകളായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിപ്പോൾ കൃഷി ചെയ്യും. തുടർന്ന് ബാക്കിയുള്ള വണ്ടികൾ ഓടണമെങ്കിൽ ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ഇപ്പൊ നമ്മൾ നിലവില് സിനിമകളുടെ താഴെത്തൊട്ട് നമ്മുടെ പഞ്ചായത്ത് തുടങ്ങുന്ന താഴെത്തൊട്ട് വേങ്ങര അങ്ങാടി കാളിയങ്ങാടി വരെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പൊ പാർക്കിംഗ് ഏരിയകൾ കൊടുത്തിട്ടുള്ളത്. വേങ്ങരയുടെ മറ്റു ഭാഗങ്ങളിലും ഇതുപോലെ വാഹനങ്ങളുണ്ട്. അതും സാവകാശം നമ്മുടെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാം. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AK സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPO റിൻഷാദ് ആപ്പ് വിശദീകരണം നടത്തി. എല്ലാവരും നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടി രാവിലെ ഇറങ്ങുന്നതാണ്. ഞാനും നിങ്ങളെല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് നിയമ വിധേയമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. അപ്പൊ നിയമവിധേയമായിട്ട് നമുക്ക് ഓടാം. അപ്പൊ അത് നിയമവിധേയമല്ലാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് നമ്മുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ റെഗുലേറ്ററി അതോറിറ്റി മീറ്റിംഗിൽ ധാരണയായിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം നമ്മൾ ഇത് നമ്പർ കൊടുത്ത് ആ നമ്പർ ഓടുന്ന ഓട്ടോറിക്ഷകൾക്ക് 5 സ്റ്റാൻഡിലാണ് നമ്മൾ ഇവിടെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ആ സ്റ്റാൻഡുകളിൽ അല്ലാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ നമ്മൾ പെർമിറ്റ് വയലേഷനും അല്ലെങ്കിൽ മറ്റുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള ഫൈനും ഈടാക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ്, CP ഖാദർ, ചോലക്കൻ റഫീഖ് മൊയ്തീൻ, T കരീം, തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ TV ഇക്ബാൽ, PK അബു താഹിർ, MA അസീസ്, P പത്മനാഭൻ, TP ഇസ്മായിൽ, വ്യാപാരി പ്രതിനിധി P അസീസ് ഹാജി, ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കളായ KPK തങ്ങൾ, C വേലായുധൻ, K അഫ്സൽ, VT അലി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സെക്രട്ടറി PK വനജ സ്വാഗതവും TP നിസാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വേങ്ങര.